ഹലോ, കോവയ്ക്കയും മുട്ടയും കൂടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ കോവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിലും പലതവണ ഇതേപോലെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ കോവയ്ക്കൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് ഒരുപാട് സമയം അരിഞ്ഞ് അങ്ങനെ വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ നമുക്ക് രാവിലെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ അരിഞ്ഞ് ഒരു ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുത്തിട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ ലാസ്റ്റ് ഇട്ടതിൽ സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോവയ്ക്കയും സവോളയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിന് ശേഷം ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു സവോളയുടെ ആ ഒരു കോവയ്ക്കയുടെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ കോവയ്ക്ക നമ്മൾ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുള്ള കൊണ്ട് തന്നെ വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ശേഷം നമുക്കിതിലേക്കൊരു തേങ്ങയുടെ മിക്സ് കൂടി ചേർക്കണം. അപ്പോൾ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ അതാ തേങ്ങയുടെ മിക്സും കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 1-2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ കോവക്ക ഇതേപോലെ സൈഡിലേക്കൊന്ന് നീക്കി വെച്ചതിന് ശേഷം നടുവിലായിട്ട് നമുക്ക് ഈ മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ട ഇതേപോലെ ഉടച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ ഒന്ന് ചെറിയൊരു വേവാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചാൽ മതി. കാരണം ഇല്ലെങ്കിൽ ആ ഒരു മുട്ടയുടെ സ്മെല്ല് മുന്നിട്ട് നിൽക്കും. മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മൾ പതുക്കെ അത് യോജിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ ഈ കറിയിൽ ആ ഒരു മുട്ടയുടെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് നമ്മളിത് പതുക്കെ ഇളക്കി ഇതിനോട് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും പിന്നെ കോവയ്ക്ക കഴിക്കാത്ത കുട്ടികൾ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാറ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബീട്രൂട്ട്, ക്യാരറ്റ് അതേപോലുള്ള പച്ചക്കറികളിലൊക്കെ നമുക്കിത് ചെയ്യാം. ക്യാബേജിലൊക്കെ ഇതേപോലെ ചെയ്താൽ വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ നല്ലൊരു കറിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.